മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരിയെ കാർ കയറ്റി കൊലപ്പെടുത്തിയ കേസിലെ പ്രതി അജ്മൽ സ്ത്രീകളെയും പെൺകുട്ടികളെയും വലയിലാക്കുന്നത് പതിവാണെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. കേരള കൗമുദിയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. കായംകുളം MSM കോളേജിൽ ബിരുദ പഠനത്തിന് ചേർന്നിരുന്നെങ്കിലും അജ്മൽ ഇത് പൂർത്തിയാക്കിയിരുന്നില്ല. പിന്നീട് സിനിമാ മോഹവുമായി എറണാകുളത്തേക്ക് പോയി. മാസങ്ങളോളം അവിടെ ചുറ്റിയടിച്ച ശേഷം വാടകയ്ക്കെടുത്ത കാറുമായി മുങ്ങി. ചന്ദനമരം മോഷ്ടിച്ച കേസിലും പ്രതിയാണ് ഇയാൾ. കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോയപ്പോഴാണ് കാഷ്വാലിറ്റിയിൽ നൈറ്റ് ഡ്യൂട്ടി നോക്കിയിരുന്ന ഡോക്ടർ ശ്രീകുട്ടിയെ പരിചയപ്പെട്ടത്. പോലീസ് ഉദ്യോഗസ്ഥന്റെ മകനെന്നാണ് ഇയാൾ പരിചയപ്പെടുത്തിയത്. അടുത്തിടെ വിദേശത്ത് നിന്നെത്തിയ ഇടക്കുളങ്ങരയിലെ സുഹൃത്തായ ശംഭുവിന്റെ വീട്ടിലെത്തി സംഭവ ദിവസം ഇരുവരും ഭക്ഷണം കഴിച്ചു. ശംഭുവിന്റെ കാറിൽ കരുനാഗപ്പള്ളിയിലേക്ക് പോകും വഴിയാണ് തിരുവോണ ദിവസം വൈകിട്ട് 5:47 മൈനാഗപ്പള്ളി ആനൂർക്കാവിൽ വെച്ച് സ്കൂട്ടർ യാത്രികരായ കുഞ്ഞുമോളെയും ഫാത്തിമയും ഇവർ ഇടിച്ചിട്ടത്. പ്രതികൾ മദ്യത്തിനൊപ്പം രാസലഹരി ഉപയോഗിച്ചിരുന്നുവോ എന്ന സംശയവും അന്വേഷണ സംഘത്തിനുണ്ട്. ഇരുവരെയും ചോദ്യം ചെയ്തതിൽ നിന്നാണ് രണ്ടുപേരും ഉപയോഗിച്ചിരുന്നതായി സംശയം ഉയർന്നത്. സ്ഥിരീകരിക്കുന്നതിനായി രക്തമൂത്ര സാമ്പിളുകളും പരിശോധിക്കും. തങ്ങൾ മദ്യപിച്ചിരുന്നതായി ഇരുവരും പോലീസിനോട് സമ്മതിച്ചു. ഇത് സ്ഥിരീകരിക്കുന്ന സോമവിലാസം ചന്തമുക്കിലെ റോഡരികിൽ കാർ നിർത്തി ശ്രീകുട്ടിക്ക് ഗ്ലാസിൽ അജ്മൽ മദ്യമൊഴിക്കുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചതായി വിവരമുണ്ട്. അജ്മലിനെയും ഡോക്ടർ ശ്രീകുട്ടിയും 100ഓളം പ്രദേശവാസികൾ പിന്തുടർന്നാണ് പിടികൂടിയത്.